സമയം ഫോൺ എടുക്കത്തു. ഫോൺ വിളിച്ച ഫോൺ എടുക്കത്തു. എവിടെ പണിക്കോ? ഞാൻ എങ്ങും പോയി നിൽക്കുമല്ലോ. എവിടെ പോയാന്ന് ചോദിച്ചാന്നേ. ഫോൺ വിളിച്ച ഫോൺ എടുക്കും. എവിടെ പോയാന്ന് അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അങ്ങനെ അറിയുന്നേ? നീ നാഴിക്ക് 40 ഓരോരുത്തരെ വിളിച്ചല്ലോ. ഫോൺ വിളിച്ച ഫോൺ എടുക്കത്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു അത്യാവശ്യം പറയണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യണ്ടേ? എന്തോ അത്യാവശ്യം നിനക്കുള്ളേ? എന്തോ അത്യാവശ്യം പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നില്ല. നമുക്കറിയണേ എവിടെ പോയി, എന്ത് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ എന്തോ നമുക്ക് അറിയണ്ടായോ? നീ പറ്റിയോന്ന് ആഗ്രഹിച്ചിരിക്കുവന്ന്, പോയിട്ട് തിരിച്ചു വരുമോന്ന് അതാണ് നിനക്ക് അറിയണ്ടേ. എനിക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം വരുമോ? സമാധാനം വരുമോന്നല്ല, ഒരാളെ വിളിച്ച് അത്യാവശ്യത്തിനായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്, അപ്പൊ ഫോൺ എടുക്കത്തില്ല. എന്തൊരു പരിപാടി ആയിക്കോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒറ്റ പ്രാവശ്യം ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ശല്യം ഉണ്ടാകത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും വള്ളി പുള്ളി തെറ്റാതെ ഞാൻ ഇന്നടുത്ത് പോവുകയാണ്, ഇന്ന ആളുകളുടെ കൂടാണ് പോകുന്നത്, ഇതെല്ലാം പറയുന്നത് കൊണ്ടല്ലേ നീ എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നത്. നീ അല്ലെങ്കിൽ വിളിക്കുന്നത് അതിന് കറക്റ്റായിട്ട് എത്ര ആണുങ്ങളുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ ഇന്നടുത്ത് പോവുക, ഇന്ന ആളുകൾ കാണും, ഞാൻ ഇത്ര മണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി സമയം വ്യത്യാസം വരും, അത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് മിസ്റ്റേക്ക്. ഞാൻ ചോദിച്ചോട്ട്, ഇവിടെ ആരും ചത്ത് കിടക്കുന്നില്ല, ആർക്കും ആപത്ത് വന്നിട്ടില്ല, ഒന്നുമില്ല. പുലി വരുന്നേന്ന് പറഞ്ഞാൽ ഒരിക്കലും പുലി വരുമ്പം ആള് കാണത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നീ നാഴിക്ക് 40 തൊട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വിളിയാ. എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് മൊത്തവും കേൾക്കുക. ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, നീ പറയുന്നത് കേട്ടോണം. എന്തോ പറയുന്നതിനെന്തോ കുഴപ്പമെന്തോ? എടേ ഞാൻ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞതിനോട്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട്. അവർക്കും കല്യാണം കഴിഞ്ഞ് അവർക്ക് അപ്പനും അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഒരിടത്ത് ഒരു പരിപാടിക്കോ ഒരു പാർട്ടിക്കോ ചെന്ന് കഴിഞ്ഞാൽ നാഴിക്ക് 40 വട്ടം പെണ്ണും പിള്ള വിളിച്ചുകൊണ്ടിരിക്കത്തില്ല, അവർ അപ്പനും അമ്മയും വിളിക്കത്തില്ല. അവർ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നവരെ ഈ നമ്മൾ തന്നെ വിചാരിക്കും നമ്മളെ മാത്രമുള്ള ഇങ്ങനെ അന്വേഷിക്കാമെന്ന് വിചാരിക്കും. അവർക്കറിയാം അവരുടെ മക്കൾ തിരിച്ചു ചെല്ലുന്നു, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് തിരിച്ചു ചെല്ലുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ ഈ നാട്ടുകാർ മൊത്തം കേൾക്കും, നമുക്ക് അകത്തോട്ട് പോയി അല്ല, അയാളാ നീ വെളി ഇറങ്ങി വന്നിരുന്നേ. പിന്നെ ഞാൻ നിന്നെയാണോ കുഴപ്പം? അല്ല, പോവാ മേലെ ഇനി എവിടെങ്കിലും പോവാ, നീ പറഞ്ഞിട്ട് പോ. പലപ്പോഴും തീരെ വെച്ചിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞിട്ട് പോകുന്ന പരിപാടി നിർത്തണമെന്ന്. അത് വളരെ മോശമായ കാര്യമാണ്. എവിടെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആക്ഷേപമായ ഒരു കാര്യം അത്. എന്തിനാണ് നിൽക്കുന്നത്? ഇയാൾക്കുള്ള കൂട്ടുകാർ അങ്ങനെയാണോ? ഈ നാട്ടിൽ എല്ലാവരും അങ്ങനെയാണോ? പിന്നെ ഞാൻ ഇനി ആരെയും വിളിക്കുന്നില്ല, എനിക്ക് ആരെയും വിളിക്കാൻ വേണ്ട. ഞാൻ എല്ലാവരുടെയും നമ്പർ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കൂടി ഇത് കുറച്ച് നാൾ കൊണ്ട് നീ പറയുന്നേ അവനെ പിന്നെ ആയിക്കോട്ടെ. എനിക്കൊന്നും പറയില്ല, കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകും. ഇപ്പഴേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഡാഡി എന്തായാലും പോയിട്ട് തിരിച്ചു കയറി വരികയെ. അപ്പൊ ഡാഡി വിളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഫോൺ കണ്ട ഡാഡി തിരിച്ച് വിളിക്കും. അത്യാവശ്യം സാധനം മേടിക്കാനുണ്ടായിരുന്നു, അപ്പൊ ഡാഡി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ല, മെസ്സേജ് വാട്സപ്പിൽ ആ വഴി കാര്യമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ മമ്മി എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ വിളിക്കുന്നത് ശരിയല്ല. എനിക്ക് നിന്റെ കൂട്ടുകാരെ വിളിക്കണ്ട, നിന്റെ ഡാഡിയുടെ കൂട്ടുകാരെ വിളിക്കണ്ടേ? 2 പേരുടെ കൂട്ടുകാരുടെ നമ്പർ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്തു. അമ്മ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറഞ്ഞൊന്നുമില്ല, മാത്രം മതി. ആരുടെയും കൂട്ടുകാരെ വിളിക്കേണ്ട ആവശ്യം പറഞ്ഞതേ ഉള്ളൂ. കാര്യമായിട്ട്